വേലൂർ ഗ്രാമപഞ്ചായത്തിലെ റോഡുകൾ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ പേരിൽ തകർക്കപ്പെട്ടിട്ട് മാസങ്ങളായിട്ടും പുനരുദ്ധരിക്കാത്ത പഞ്ചായത്തിന്റെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ ജനകീയ മുന്നേറ്റത്തിന് കളമൊരുങ്ങുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണയോടെ രൂപീകരിക്കുന്ന ജനകീയ ആക്ഷൻ കൗൺസിൽ ഏപ്രിൽ 24-ന് ഓസോൺ ടവർ ഓഡിറ്റോറിയത്തിൽ ഔദ്യോഗികമായി നിലവിൽ വരുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നാട്ടിക വാട്ടർ അതോറിറ്റിയും വേലൂർ ഗ്രാമപഞ്ചായത്തും തമ്മിലുള്ള കരാർ പ്രകാരം തകർന്ന റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കേണ്ടത് വേലൂർ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമാണ്. എന്നാൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് ജനങ്ങളിൽ വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമാകുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രക്ഷോഭത്തിന് ഇറങ്ങുന്നത്. ജൽജീവൻ പദ്ധതിയുടെ പേരിൽ പൊളിച്ചിട്ട റോഡുകൾ അടിയന്തരമായി പുനഃസ്ഥാപിക്കുക, രാഷ്ട്രീയ വിവേചനമില്ലാതെ റോഡുകൾ അറ്റകുറ്റപ്പണി നടത്തുക, വിഷയത്തിൽ ജില്ലാ കളക്ടർ അടിയന്തരമായി ഇടപെടുക എന്നീ ആവശ്യങ്ങളാണ് ആക്ഷൻ കൗൺസിൽ ശക്തമായി ഉന്നയിക്കുക. സംഘാടക സമിതി അധ്യക്ഷൻ CO ഡേവിസ്, പഞ്ചായത്ത് അംഗം PN അനിൽ മാസ്റ്റർ, സംഘാടക സമിതി അംഗങ്ങളായ വിവേക് മാക്കേത്ത്, ജയൻ പട്ടിയിൽ, ജയചന്ദ്രൻ തയ്യൂർ എന്നിവർ എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി വേലൂർ ഗ്രാമപഞ്ചായത്തിലെ ഒട്ടുമിക്ക റോഡുകളും പൊളിച്ചിട്ടിട്ട് ഏകദേശം 2 വർഷം പൂർത്തിയാവുകയാണ്. ഒരു മാസത്തിനുള്ളിൽ റോഡുകൾ പുനഃസ്ഥാപിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് റോഡുകൾ എല്ലാം പൊളിച്ചിട്ടത്. എന്നാൽ ഇതുവരെ ആ പൊളിച്ച റോഡുകൾ ഒന്നും തന്നെ അറ്റകുറ്റപ്പണി നടത്തുന്നില്ല, പുനഃസ്ഥാപിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, എല്ലാ റോഡുകളും ഏകദേശം പൂർണ്ണമായി തകർച്ചയുടെ വക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ ഇതിന്റെ ചുമതലയുള്ള നാട്ടിക വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെടുകയും നാട്ടിക വാട്ടർ അതോറിറ്റി പഞ്ചായത്തിൽ ഇതിന്റെ ഉത്തരവാദിത്തം ബഹുമാനപ്പെട്ട തൃശൂർ ജില്ലാ കളക്ടറുമായി സംസാരിച്ച് അവരുടെ ചേംബറിൽ വെച്ച് അവരുടെ സാന്നിധ്യത്തിൽ ഇതിന്റെ ഉത്തരവാദിത്തം പഞ്ചായത്തിനാണ് എന്ന് കൃത്യമായി പറയപ്പെടുന്നു. മൊത്തം റോഡുകളും അറ്റകുറ്റപ്പണി ചെയ്യേണ്ട വേലൂർ ഗ്രാമപഞ്ചായത്ത് നിലവിൽ അതിൽ നിന്ന് ഒരു വലിയ പങ്ക് നിലവിൽ റീടാറിംഗ് നടത്തുന്ന വാർഡുകൾക്ക് എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിരിക്കുകയാണ്. നിലവിൽ റീടാർ ചെയ്യുന്നത് ഭരണപക്ഷിയുടെ നിലവിലുള്ള വാർഡുകളാണ് ഭൂരിഭാഗവും. അതിന്റെ ഫലം എന്താണ് ഉണ്ടാവുന്നത്? മറ്റുള്ള വാർഡുകളിൽ നിന്ന് പൊളിച്ച് ആ റോഡുകൾ റീടാറിംഗ് ചെയ്യേണ്ടതിന് പകരം ആ റോഡുകളുടെ അറ്റകുറ്റപ്പണി ചെയ്യേണ്ട പൈസ കൂടി മറ്റൊരു വാർഡിലേക്ക് പോവുകയാണ്. ന്യൂസ് ബ്യൂറോ, എരുമപ്പെട്ടി.